ഹേ ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് സൺഡേ ആണ്. അപ്പം ഞാനിങ്ങനെ സമാധാനത്തിൽ ഈ ഒരു സ്ലോ മോർണിംഗ് എന്നൊക്കെ പറയില്ലേ, അതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീക്ക് ഒരു റോബോട്ട് പോലെയായിരുന്നു. രാവിലെ എണീക്കുന്നു, ഒരു സെയിം റൊട്ടീൻ. രാവിലെ എണീക്കുന്നു, കുക്ക് ചെയ്യുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, നേരെ ഒരു 7:45 ആകുമ്പോൾ നേരെ നടന്ന് നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോകുന്നു, ബസ് വരുന്നു, ഇൻഡസ്ട്രിയിൽ പോകുന്നു, ഒരു 6:30 വീട്ടിൽ തിരിച്ചെത്തുന്നു. ഒരു റൊട്ടീൻ പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സെക്കൻഡ് സാറ്റർഡേ പോലും ലീവില്ലായിരുന്നു. അപ്പം ഇന്നലെയും പോവേണ്ടി വന്ന്. അപ്പം ഇന്ന് ഒരു ദിവസത്തെ ഒരു റെസ്റ്റ് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ രാവിലെ എന്നാലും നമ്മളിങ്ങനെ എണീറ്റ് ഒരു 6:30 അങ്ങ് കണ്ണു തുറക്കും. അങ്ങനെ രാവിലെ എണീറ്റ് ബെഡിലിങ്ങനെ ഉണർന്ന് കിടന്ന് എണീറ്റൊന്നുമില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ച്, ഫുഡ് ഇന്ന് വന്നിട്ട് സ്വീറ്റ് പൊട്ടറ്റോ ആയിരുന്നു. നമ്മൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കഴിക്കാറ്. അതാകുമ്പോൾ ഉണ്ടാക്കാനും എളുപ്പമാണ്, ഹെൽത്തി നോക്കിയിട്ടല്ല, ചീപ്പുമാണ്, അതുപോലെ ഉണ്ടാക്കാനും എളുപ്പമാണ്. കുക്കറിൽ ഇങ്ങനെ 2 വിസിൽ വെക്കുമ്പോഴേക്ക് സാധനമായി. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇനി കുറച്ച് പരിപാടികളുണ്ട്. രാവിലെ ബാംഗ്ലൂർ ഇവിടെ അടുത്താണ്, ഒരു 1/2 മണിക്കൂർ പോയാൽ ബാംഗ്ലൂർ എത്തും. അപ്പോൾ ബാംഗ്ലൂർ പോകണോ ബാംഗ്ലൂർ പോകാനായിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം ചെറുതായിട്ട് അതിനൊന്ന് ക്യാൻസലാക്കി. എന്നിട്ട് നമുക്കിവിടെ ഒരു അമ്പലമുണ്ട്. ഇവിടെ കുറേ അമ്പലങ്ങളാണ്. ഇവിടെ വേറെ ഒന്നും കാണാനില്ല ഹൊസൂറിൽ. അപ്പോൾ ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മലയുടെ മണ്ടയിൽ ഒരു അമ്പലമുണ്ട്. നല്ല ഭംഗിയൊക്കെ ഉള്ള TV-യിലൊക്കെ കാണില്ലേ, അതുപോലത്തെ ഒരു അമ്പലം. അപ്പോൾ അത് കാണാൻ പോകണമെന്നിങ്ങനെ ചെറുതായിട്ട് നമ്മളിങ്ങനെ പ്ലാൻ ഇടുന്നുണ്ട്. പോകണം, ഇനി വേറെ സമയമില്ല, ഇനി ഒരു 3 വീക്സും കൂടെ ഉള്ളൂ ഇവിടെ. സോ അത് കാണാനാണ്, അത് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അതുപോലെ ഇന്ന് മാർക്കറ്റിലോട്ട് ഞാൻ ഇങ്ങനെ മുഖം വെച്ചേക്കുകയാണല്ലോ, ഇവിടെ ഭയങ്കര വെയിലാണ് ടെറസിൽ. എന്നാലും ഞാൻ വന്നിരിക്കുകയാണ്, ചുമ്മാ ഒരു റിലാക്സ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഇത്ര നേരം വെയിലില്ലായിരുന്നു. ഈ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പം വെയിൽ വന്ന്. ഓക്കെ, ഞാൻ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നെന്തോ. പിന്നെ മാർക്കറ്റിൽ പോകണം, അതിവിടെ അടുത്ത് തന്നെ. ഇതിന് മുമ്പ് ഞാൻ വ്ളോഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മാർക്കറ്റിൽ പോയി ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അതൊക്കെ തന്നെ. പിന്നെന്താണ്, പിന്നെ സുഖം. ഇനി നാളെ തൊട്ട് പിന്നെയും പോകണ്ടേ. ചെറിയ മടിയൊക്കെ ഉണ്ട് പോകാനായിട്ട്. എന്നും കോളേജിനെക്കാട്ടി കുറച്ചും കൂടെ ഇതാണ്. നമുക്ക് കോളേജിലൊക്കെ ആണെങ്കിൽ അറ്റൻഡൻസ് പോവും, അങ്ങനെയൊക്കെയല്ലോ ഉള്ളൂ, കിടന്നങ്ങ് ഉറങ്ങാം, വേറെ സീനൊന്നുമില്ലല്ലോ. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. ലീവ് എടുക്കണമെങ്കിൽ വിളിച്ച് പറയണം, റീസൺ ഉൾപ്പെടെ HR-ൻ്റെ അടുത്ത് പറയണം, അതും ഇവിടുത്തെ ഭാഷയിൽ പറയണം. അതിനെക്കാട്ടി പോണതാണ് നല്ലത്. അങ്ങനെയൊക്കെ കാല് ഫുള്ള് ഇവിടുത്തെ സിമെൻറ്റിൻ്റെ പൊടിയായി. പിന്നെ ഇവിടെ കൊതുകാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഏറ്റവും എനിക്ക് പറ്റാത്ത, ഇപ്പോൾ വെള്ളമൊക്കെ യൂസ്ഡ് ആയി. കുടിക്കാനാണെങ്കിൽ ഒരു മധുരമുണ്ട്. അല്ല, കുടിക്കാനല്ല, ഇങ്ങനെ വാ കഴുകുമ്പം കുടിക്കണം. നമ്മൾ തിളപ്പിച്ചിട്ട് കുടിക്കുമ്പോൾ സീനില്ല. അല്ലാതെ വാ കഴുകണ വെള്ളത്തിൽ ഒരു മധുരം, അതൊക്കെ ഇപ്പം സീനില്ല. പക്ഷെ കൊതുക് എന്നെ മാത്രമാണെന്ന് തോന്നുന്നു ഇങ്ങനെ വേട്ടയാടണം. എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. കാല് ഫുള്ള് ചുമന്നിരിക്കണം, കുത്ത് കൊതുക് കടിക്കണത്. നാശം. അപ്പം ഞാൻ ഇന്ന് താഴോട്ട് പോട്ടെ, ഇനി മാർക്കറ്റിലൊക്കെ പോകണം. പിന്നെ അതൊക്കെ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് അലക്കി കുറേ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ നമുക്ക് എടുക്കാം. സോ രാവിലെ പോകാനായിരുന്നു പ്ലാൻ മാർക്കറ്റിലൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. എന്നിട്ട് ഞാൻ താഴോട്ടിറങ്ങി വന്ന് ടെറസിൽ നിന്ന് താഴെ ഇറങ്ങിയപ്പോൾ എല്ലാവരും കൂട്ടത്തോടെ ഉറങ്ങണ്. അപ്പം ഞാൻ വിചാരിച്ചാൽ എന്നാൽ കുറച്ച് നേരം ഞാനും കൂടെ കിടക്കാമെന്ന്. പിന്നെ കിടന്നുറങ്ങിപ്പോയി. എണീറ്റപ്പോൾ ഒരു 1-1:30 കണ്ണുറന്നപ്പോൾ തൊട്ട് വിശപ്പ്. ഇന്ന് കുക്ക് ചെയ്തിട്ടില്ല, സാധനങ്ങളൊന്നുമില്ല. അതിനാണ് മാർക്കറ്റിൽ പോകണമെന്ന് പറഞ്ഞത്. മാർക്കറ്റിലും പോയില്ല. ചോറ് അരി മാത്രമുണ്ട്, പിന്നെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഒന്നും ഉണ്ടാക്കിയില്ല. പിന്നെ ഇവിടെ അടുത്ത് നല്ല ഫ്രൈഡ് റൈസ് കിട്ടും. അപ്പോൾ നമ്മളവിടെ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിലും അമ്പലത്തിലൊക്കെ പോവാം. സോ
നമ്മൾ ദാ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി. നല്ല ലേറ്റായി, 5 മണിയാവാറായി. ഇവിടെ എല്ലാവരും ഒരുക്കി നമുക്കിങ്ങനെ ഇറങ്ങാൻ കുറച്ച് സമയം എടുക്കും, താമസിക്കും. അങ്ങനെ ഞാൻ എന്താ ഒരു ചുരിദാറൊക്കെ ഇട്ടേക്കാണ്. ഇതൊന്നും എൻ്റെ അല്ല, ചിച്ചിനയുടെയാണ്, എൻ്റേതായിട്ടൊന്നുമില്ല. ആ ഒരു വെയിൽ പോയി, ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ ഞാൻ കൊല്ലും ഇവരെയൊക്കെ. ഞാൻ നേരത്തെ ഇറങ്ങി നിൽക്കുകയാണ്. ഈ കാണിച്ചു തരാം, ഇതാ ഇവളൊക്കെയാണ് ലേറ്റ് ആവണത് വരാനായിട്ട്. ഇവള് ഇതാ ഇവള് ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്റ്റഫീസ് വ്ലോഗ്. ഞങ്ങളിപ്പോൾ എന്നിട്ട് എവിടത്തേക്കാണ് പോകുന്നത്? അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. മറ്റേ ബസ് അടുത്ത് കിട്ടും, ബസ് കിട്ടാൻ വേണ്ടിയാണ് നടക്കുന്നത്. ഞങ്ങൾ PG നിന്ന് കുറച്ച് നടക്കാണ്ട് ഞങ്ങൾക്ക്. സോ വി വിൽ അപ്ഡേറ്റ് യു സൂൺ ഗൈസ്. ഇങ്ങനെ ആക്കണോ? ഓൾറെഡി ആൾക്കാർ തൂങ്ങി നടന്നാണ് വന്നത്. ഇനി ഒരു 50 ആൾക്കാർ അതിനകത്ത് കയറണം. ഇത്രയ്ക്ക് സ്ഥലം ഉണ്ടാകുന്ന എനിക്കറിഞ്ഞൂടെ. എങ്ങനെയാണോ കയറുന്നത്? നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വായി നോക്കി നിൽക്കുകയാണ്. ബസ്സൊക്കെ ഇങ്ങനെ പോകണമെന്ന് അറിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. നമ്മളും കയറി ഏറ്റവും തിരക്ക് പിടിച്ച ബസ്സിൽ. ചീത്ത വിളി കേൾക്കണമെങ്കിൽ ഇല്ലാത്ത കയറിയാൽ മതി. എന്തൊക്കെയോ പറയണ തമിഴില്. ആൾക്കാരൊക്കെ ചുമ്മാ മോദിന്ന അണ്ണാമല എന്തൊക്കെയോ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം. സീനാണ്. നമ്മൾ വില പേശുന്നതാണ്, 200 രൂപയാണ് പറയുന്നു. നമ്മൾ ഇറക്കിയ ഇതിലൊന്നും ആ ചേട്ടൻ വീണില്ല. ആ ചേട്ടൻ എടുത്താലേ വേറെ ഓട്ടോ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ കയറേണ്ടി വന്ന്. അങ്ങനെ പൈസ കൊടുത്ത് ആ ഓട്ടോയിൽ പോയി. ആ ചേട്ടൻ പറഞ്ഞ പൈസ തന്നെ കൊടുക്കേണ്ടി വന്നു. ഇവിടെ ഭയങ്കര ചാർജാണ് ഓട്ടോയ്ക്ക്. മീൻസ് ഇവിടെ മിനിമം 150 വാങ്ങും എത്ര ഇതാണെങ്കിലും. ഈ മരം കയറിനെ എന്തൊക്കെയോ പറിച്ചിട്ട് വരണം. ഇപ്പൊ അടി കിട്ടും, സൈക്കോ പോവാണ്. ഇതെന്താണ്? അരിനെല്ലിക്ക. അരിനെല്ലിക്ക എടുത്തോട്ടെ. നമ്മളിപ്പോൾ അരിനെല്ലിക്ക പറിക്കാൻ പോവുകയാണ്. ആദ്യമായി കുട്ടിയാണ് അമ്പലത്തിൽ പോവാൻ. എടി ലിഫ്റ്റ് വെച്ചാലോ? ടെമ്പിൾ ഡേറ്റ്. ഓ ശരിയാണ്. അപ്പോൾ നമ്മൾ പോയ ടൈമിൽ തന്നെ അവിടെ ഉത്സവം നടക്കണ ആ ഉത്സവത്തിൻ്റെ ഒരു വീക്കായിരുന്നു. നമുക്കത് അറിഞ്ഞൂടായിരുന്നു. നമ്മളിങ്ങനെ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അങ്ങനെ അവിടെ എന്താണ് അന്നദാനം പ്രസാദമൊക്കെ ആയിട്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ പരിപാടി, ഡാൻസ്, അങ്ങനെ അതിലെന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾ വരെ വലിയ ആൾക്കാർ വരെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ഡാൻസിന്. ലൈക്ക്
എന്താണ് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും. അതും നല്ലൊരു ടൈപ്പ് ഓഫ് ഡാൻസ് ആയിരുന്നു. എനിക്കിങ്ങനത്തെ പൂരപ്പരമ്പര കമ്പലൊക്കെ ഇഷ്ടം. ഞാനും അങ്ങനെ നമ്മളിങ്ങനെ നോക്കി നിന്നപ്പോഴാണ് അവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് നമ്മുടെ നാട്ടിലെ സെറ്റപ്പ് ഉപ്പും മുളകൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു ടൈപ്പ്. അപ്പോൾ നമുക്ക് കൊതിയായിട്ട് ഞാൻ പൈനാപ്പിളായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം അത്ര ഹൈജീനിക് അങ്ങനത്തെ കണ്ടപ്പോൾ ഇങ്ങനെ ഒരുമാതിരിയായി. എന്നാലും എന്താണ് അങ്ങ് കഴിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ നല്ല മധുരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഞാനതായിരുന്നു ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് പപ്പായ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ ഈ സംഭവം കണ്ടതാണ്, പിന്നെ ഒന്നും വാങ്ങിയില്ല. എനിക്ക് അവിടുത്തെ ടൈപ്പ് ഓഫ് ചോറോ പ്രസാദമോ എനിക്കത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ, അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോമിസ് ചെയ്ത് വേസ്റ്റ് ആക്കൂല, എങ്ങനെയായാലും കഴിക്കാമെന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് നമ്മൾ പ്രസാദം വാങ്ങി. അപ്പം അതിൽ ചോറ് പോലത്തെ ഒരു മസാല ചോറോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ശർക്കര ലൈക്ക് ഒരു പൊങ്കൽ ടൈപ്പ് സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ പൊങ്കൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇവിടെ ചിലവർ ശർക്കര ചോറ് അങ്ങനെ എന്തുകൊണ്ടാണ് എന്നെ പറയണത്, അത് അടിപൊളിയായിരുന്നു. ഞാൻ പിന്നെ രണ്ടാമത് പോയി വാങ്ങി അത് മാത്രം, ആ പൊങ്കൽ മാത്രം. അത്രയും നല്ല ടേസ്റ്റായിരുന്നു. സോ ഇവിടെ നമ്മൾ മിക്സഡ് പൊരി വാങ്ങിയാണ്. പൊരി മുറുക്ക് അങ്ങനെ എല്ലാം കൂടെ മിക്സ് ആക്കി തരും. 30 rupees. Return back to bus stand. സോ നമ്മൾ അടുത്ത് മാർക്കറ്റിൽ തിരിച്ചെത്തി. പർച്ചേസ് ചെയ്യാൻ മീൻസ് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. 20 ഇത് വാടലുണ്ട്, അതാ നോക്കുന്നത്. தமிழ் தெரியுங்களா? சரியா? ஸ்வீட் நல்லா இருக்குங்க. இது வாங்கட்டே. ஆமால നമ്മൾ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് സംഭവങ്ങളൊക്കെ വാങ്ങാനായിട്ട്. നമുക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടുള്ളൂ, പക്ഷെ വാങ്ങിയതെല്ലാം നല്ല ചീപ്പ് റേറ്റിൽ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു കവർ അത് എന്തായാലും ഒരു 1.5 കിലോ കാണുമായിരിക്കും. പൊട്ടറ്റോ, പിന്നെന്താണ് വാങ്ങിയത്, ക്യാരറ്റ്, തക്കാളി, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ജസ്റ്റ് 20 rupeesന് കിട്ടിയിട്ടുണ്ട്. അന്ന് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അറിഞ്ഞൂടാതെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് 3ഉം കൂടെ 200 രൂപ അറൗണ്ട് ആയിട്ടുണ്ട്. ഇതൊരു നമ്മൾ ഇത്രയും നേരം വാങ്ങിയ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതൊക്കെ കൂട്ടുകയാണെങ്കിൽ ഒരു 160 ഒക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ഫുൾ സാധനം കിട്ടിയിട്ടില്ല, ഏകദേശം കടകളൊക്കെ അടച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാ നമ്മൾ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്ന് ബാക്കി പർച്ചേസ് ചെയ്യാണ്. കൊതുക് തിരിയുണ്ടോ നമുക്ക്? കൊതുകിനെ നമ്മളിന്ന് കൊല്ലും. അത് എല്ലാത്തിനെയും കൊല്ലും. പ്രതികാരം എടുത്തോ ഞാതാ ആയുധം എടുത്തേ. അതെ, കാണിച്ചിട്ടുണ്ട് എല്ലാത്തിനെയും. കാലിൻ്റെ ഒക്കെ അവസ്ഥ കാണണം.
ഇന്ന് രാത്രി യുദ്ധമാണ്, യുദ്ധം. അടുത്ത് നമ്മൾ ക്യൂ നിൽക്കുകയാണ്. ഇവിടെ 15 രൂപയ്ക്ക് കോൺ ഐസ്ക്രീം കിട്ടും. അപ്പം അടിപൊളിയാണെന്ന് തോന്നണം. എല്ലാവരും വാങ്ങുന്നുണ്ട്. വലിയ ക്യൂ ഒക്കെ നിന്നാണ് വാങ്ങുന്നത്. അപ്പം അടിപൊളിയായിരിക്കാനാണ് ചാൻസ്. അപ്പം ഇന്നത്തോടെ നമ്മൾ ഇങ്ങനത്തെ കളികളൊക്കെ അവസാനിക്കുകയാണ്. നാളെ തൊട്ട് നമ്മൾ ഹെൽത്തി. ആ ചിരിയിലുണ്ട് ഹെൽത്തി. നോർമൽ. സോ ഇന്നത്തെ ദിവസം ഇതൊക്കെ തന്നെയായിരുന്നു. നല്ല മുട്ട, മാങ്ങ അത് പറയാതിരിക്കാൻ വയ്യ. 2 കിലോയാ, 2 കിലോ 100 രൂപ വിത്ത് 5 എണ്ണം. ഓരോരുത്തരുടെ കയ്യിലും ഓരോ മാങ്ങ അവിടെ വെച്ച് കഴിക്കാനും കൊടുത്ത് ഫ്രീ ആയിട്ട്. നല്ലൊരു അണ്ണൻ, ഒരു ചേട്ടൻ ആയിരുന്നു. അണ്ണായി വീട്ടിലേക്ക് പോയിക്കോന്നും പറഞ്ഞു. വേഗം വീട്ടിൽ പൊയ്ക്കോന്നും പറഞ്ഞു. ഒരു നല്ല ചേട്ടനായിരുന്നു. നമ്മളിതാ വീടെത്താറായി. അപ്പം ഞാൻ ഇന്നത്തെ വ്ളോഗ് കൺക്ലൂഡ് ചെയ്യാണ്. ഇനി നാളെ എനിക്ക് വിഷമം വരണം. നാളെ ഇനി റോബോട്ട് ലൈഫിൽ പോണ്ടേ. അയ്യോ. ഓക്കെ, അപ്പം ശരി. ഇനി മാങ്ങ കഴിച്ചിട്ട് കിടന്നുറങ്ങാം. ഇനി വിശപ്പൊന്നുമില്ല. ആ പൊങ്കലല്ലേ അവസാനമൊക്കെ കഴിച്ചിട്ട് വയറ് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ.